മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് വിമർശിക്കപ്പെടുമ്പോഴും ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഇന്ത്യക്ക് നേരെ തിരിയുന്ന ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇനി മൂന്നാമതൊന്ന് ആലോചിക്കേണ്ടി വരും. കാരണം ഇന്ത്യയുമായുള്ള സൗഹൃദം ദൃഢമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വച്ചത് സ്വന്തം രാജ്യത്തിന്റെ വജ്രായുധങ്ങളിൽ ഒന്നാണ്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനമായ F-35 ഇന്ത്യക്ക് നൽകുന്നതിനുള്ള ആഗ്രഹമായിരുന്നു ട്രംപ് പ്രകടമാക്കിയത്. ഇന്ത്യയുമായുള്ള പ്രതിരോധ ആയുധ വ്യാപാരം ത്വരിതപ്പെടുത്തുക ലക്ഷ്യമിട്ടാണ് F-35 അമേരിക്ക നൽകാനൊരുങ്ങുന്നത്. ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന കരാറിൽ ഒപ്പുവെക്കുന്നതോടെ ഇന്ത്യയുടെ സൈനിക കരുത്ത് ഒന്നുകൂടി വർദ്ധിക്കും. എങ്കിലും വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനമാണ് F-35. മാരക പ്രഹരശേഷി കൊണ്ട് ലോകം വിറപ്പിച്ച അമേരിക്കയുടെ യുദ്ധവിമാനമാണിത്. വേഗതയാണ് F-35നെ ഏറെ കരുത്തുറ്റതാക്കുന്നത്. കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ശത്രുക്കളുടെ നെറുകയിൽ പ്രഹരം ചുരിയാൻ F-35ക്ക് കഴിയും. അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ നിർമ്മിച്ചെടുത്ത യുദ്ധവിമാനമാണിത്. ഈ വിമാനത്തിന്റെ രൂപഘടനയും വേറിട്ടതാക്കുന്നു. അത്യാധുനിക സെൻസറുകളാണ് വിമാനത്തിലുള്ളത്. ദീർഘദൂരത്തിലുള്ള ശത്രുക്കളെ കണ്ടെത്തുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനും ഇവ സഹായിക്കും. F-35 വിമാനങ്ങൾക്ക് 3 വകഭേദങ്ങളാണ് ഉള്ളത്. F-35A ആണ് ഇതിൽ ആദ്യത്തേത്. പരമ്പരാഗത ടേക്ക് ഓഫ് ലാൻഡിംഗ് സംവിധാനമുള്ള വിമാനങ്ങളാണ് F-35. ആദ്യകാലങ്ങളിൽ അമേരിക്കൻ വ്യോമസേന വ്യാപകമായി ഉപയോഗിച്ചിരുന്ന വിമാനമായിരുന്നു. $80 ബില്യൺ ഈ വിമാനം നിർമ്മിക്കാൻ ചെലവ് വരിക. ഷോർട്ട് ടേക്ക് ഓഫും വെർട്ടിക്കൽ ലാൻഡിംഗ് പ്രദാനം ചെയ്യുന്ന വകഭേദമാണ് F-35B. അമേരിക്കയുടെ തീരസംരക്ഷണ സേനാ വിഭാഗം ഉപയോഗിക്കുന്ന വിമാനം. ഇത് നിർമ്മിക്കാൻ ഏകദേശം $115 ബില്യൺ ചെലവ് വരും. വിമാനവാഹിനികൾക്കായി നിർമ്മിച്ച F-35C ആണ് F-35 സീരീസിൽ മൂന്നാമത്തേത്. നാവികസേനയാണ് ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ നിർമ്മാണത്തിനായി $110 മില്യൺ ആയിരിക്കും ചെലവ്. നിർമ്മാണം മാത്രമല്ല, ഈ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും അല്പം ചിലവേറിയതാണ്. ഈ വിമാനം ഓരോ മണിക്കൂർ പറക്കുന്നതിനും $36,000 ചെലവ് വരും. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് നിർമ്മിച്ചതിനാലാണ് ഇതിന്റെ പ്രവർത്തനവും പരിപാലനവും ഇത്രയേറെ ചെലവേറിയതാകുന്നത്. ധാരാളം രാജ്യങ്ങൾക്ക് ഈ യുദ്ധവിമാനം അമേരിക്ക കൈമാറിയിട്ടുണ്ട്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്കാണ് അമേരിക്കൻ യുദ്ധവിമാനമുള്ളത്. 72 F-35 വിമാനമാണ് ഓസ്ട്രേലിയയുടെ പക്കലുള്ളത്. അമേരിക്കയുടെ നിർദ്ദേശം ഇന്ത്യ അംഗീകരിക്കുകയാണെങ്കിൽ പുതിയ ചരിത്രമാകും കുറിക്കപ്പെടുക. അമേരിക്കയിൽ നിന്നും ഏറ്റവും കരുത്തുറ്റ വിമാനം സ്വന്തമാക്കുന്ന നാറ്റോയിൽ അംഗമല്ലാത്ത പസഫിക് US സഖ്യത്തിൽ അംഗമല്ലാത്ത രാജ്യമായിരിക്കും ഇന്ത്യ. നിലവിൽ ഫ്രാൻസിൽ നിന്നുള്ള റാഫേലാണ് ഇന്ത്യയുടെ പക്കലുള്ള അത്യാധുനിക യുദ്ധവിമാനം. അമേരിക്കയുടെ വിമാനങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമായാൽ ശത്രുരാജ്യങ്ങൾക്ക് മുട്ടിടിക്കുമെന്ന് ഉറപ്പാണ്.